C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. മൈസൻ, അവര് തിരിച്ചു പോകുന്നെന്നാ പറയുന്നത്. ആര്? അമലമോളും ശിവയും. എങ്ങോട്ട്? ദുബായിലേക്ക്. വളരെ സന്തോഷമായിട്ടിരിക്കുന്നതിന്റെ ഇടയിലേക്ക് ആ താര എന്തിനാ ഇങ്ങനെയാ കൊച്ചിനെ സങ്കടപ്പെടുത്തതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. മോനെ, അമലമോൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ നീ നോക്കണം. ദേ, നീ വിളിച്ചോണ്ട് വന്ന കുട്ടിയാ. അമ്മേ, ഞാനിതിൽ ആരുടെ പക്ഷത്ത് നിൽക്കും? ആരെ സമാധാനിപ്പിക്കും? യഥാർത്ഥത്തിൽ ഇതിൽ കുറ്റവാളി ഞാനാ. ഞാൻ പോയി വിളിച്ചിട്ടല്ലേ അമല വന്നത്. അതുകൊണ്ടല്ലേ വിഘ്നേശ്വർ ശത്രുവായതും ഇതൊക്കെ ചെയ്തു കൂട്ടിയതും. അപ്പൊ പിന്നെ അവർ എന്നെയല്ലേ കുറ്റപ്പെടുത്തേണ്ടത്? അമല എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? അവര് കുട്ടികളല്ലേ മോനെ, ഒരു ബുദ്ധിയും ബോധവും ഇല്ലാതെ ഓരോന്നങ്ങ് വിളിച്ചു പറയും. ആ താരക്കാണെങ്കിൽ ചിലപ്പോ വെളിവുമില്ല, വെള്ളിയാഴ്ചയും ഒന്നുമില്ല. എന്താ പറയുന്ന പോലെ അവക്കറിയത്തില്ല. നീ ആ അമലമ്മളോട് ഒന്ന് സംസാരിക്കണം. അവരോട് പോകരുതെന്ന് പറയണം. എല്ലാരോടും ഈ വീട്ടില് സന്തോഷത്തോടെ കഴിയുന്നല്ലേ മോനെ നല്ലത്. അമ്മേ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ചു കാലം കൂടി അവരിവിടുന്ന് മാറി നിൽക്കുന്ന നല്ലത്. അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത്? അവിടെ അമലയും ശിവയും ആകെ വിഷമത്തിലാ. ഞാൻ ആവുന്നത് പറഞ്ഞു നോക്കി എങ്ങോട്ടും പോണ്ടാന്ന്. പക്ഷേ അവര് ദുബായിലേക്ക് തിരിച്ചു പോകുന്നു എന്നാ പറയുന്നത്. നമുക്കങ്ങനെ ബലമായിട്ട് ആരെയും പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. ഏട്ടനൊന്ന് വന്ന് അമലയോട് സംസാരിച്ചാ? അത് വേണ്ട, തൽക്കാലം അവർ പൊയ്ക്കോട്ടെ. കുറച്ചു ദിവസം കഴിഞ്ഞ് ഇതെല്ലാം ഒന്ന് ശാന്തമാകുമ്പോ തിരിച്ചു വന്നാ മതി. അങ്ങനെ ശാന്താവൂന്ന് പറഞ്ഞ് അവരെത്ര നാള് വിദേശത്ത് പോയി താമസിക്കും ഏട്ടാ? എന്നായാലും അവര് തിരിച്ചു വന്നല്ലേ പറ്റൂ. അപ്പോഴൊക്കെ പ്രതികാരവുമായി വിഘ്നേശ്വർ വരുമെന്ന് കരുതി പേടിച്ചിരിക്കാൻ പറ്റുമോ? എന്തായാലും വരുന്നതിനൊക്കെ നേരിട്ടല്ലേ പറ്റൂ. മോനെ, തൽക്കാലം അവരുടെ തന്നെ നിൽക്കട്ടെ. മക്കളോടും മരുമക്കളോടും ഞാൻ സംസാരിച്ചോളാം. മോൻ അമ്മനോട് മാത്രം സംസാരിച്ചാൽ മതി. അവളൊരു പാവ കുട്ടിയാടാ. അമ്മ വയ്ക്കോ, ഞാൻ സംസാരിച്ചോളാം. എന്തിനാ ഞാൻ കാരണം ഒരു പാവത്തിന്റെ ജീവൻ കൂടി ഇല്ലാതാക്കുന്നത്? അതുകൊണ്ട് ആ വരുന്ന ആള് ഞാൻ ഇഷ്ടമല്ലാന്ന് പറയുന്നത്. താൻ വിഷമിക്കണ്ടോ, അയാളെ നമുക്ക് ജയിലിലാക്കാന്നേ. അതിനുള്ള പരിപാടിയൊക്കെ ഞാൻ ശരിയാക്കി തരാം, പോരെ? മതി. വക്കീൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. എന്തുട്ടപ്പ എത്ര ക്ഷമിക്കാനുള്ളത്? അന്ന് ക്ഷേത്രത്തിലേക്ക് പോയപ്പോ ഞങ്ങളുടെ വണ്ടിയിൽ വന്ന് കേറിയപ്പോ അറിയാതെയാണെങ്കിലും നമ്മൾ തമ്മിൽ ഒരുപാട് വഴക്കിട്ടില്ലേ? പിന്നെ ആ മുറിയിൽ വെച്ചും ഞാൻ ഒരുപാട് ചീത്ത പറഞ്ഞു. അല്ല, എല്ലായിടത്തും പോയി ഇങ്ങനെ മുറിയിൽ കൊടുക്കുന്ന പതിവുണ്ടോ? എന്തുട്ട് കാട്ടാന കുട്ടിയെ, അതിപ്പോ ഒരു ശീലായി പോയിന്നേ. അതെ, എന്നെ അടുത്ത ജംഗ്ഷനിൽ ഇറക്കിയാ മതി. ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു പോയിക്കോളാം. വീട് ഇവിടെ അടുത്താ. അപ്പോ കല്യാണത്തിന് എന്നെയും വിളിക്കാൻ മറക്കരുത് കേട്ടോ.
വേണ്ട മോളെ, നീ മാറിക്കോ, ഞാൻ ചെയ്തോളാം. നീ വെറുതെ ദേഹത്ത് അഴുക്കാക്കണ്ട. അത് കൊള്ളാം. ഞാൻ കൂടി സഹായിച്ചാൽ ഇപ്പൊ എന്താ കുഴപ്പം? ഞാൻ പെരുമാറാത്ത അടുക്കളയൊന്നും അല്ലല്ലോ ഇത്. അതൊക്കെ പണ്ട്. ഇപ്പൊ നീ അമരാവതിയിലെ DKയുടെ ഭാര്യ. എന്റെ പൊന്നു മമ്മി, ഇങ്ങനെ കളിയാക്കല്ലേ. കളിയാക്കിയതല്ലടി, ഞാനൊരു സത്യം പറഞ്ഞതാ. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്കിപ്പോ അഭിമാനോ. പണ്ട് നീ അടുക്കളയിൽ കിടന്ന് പണിയെടുത്ത് നടു ഒടിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് നിന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. നിന്നേക്കാൾ കൂടുതൽ ഞാൻ പ്രസവിച്ച മകളെ പുകഴ്ത്തി പറഞ്ഞ് നിന്നെ താഴ്ത്തിക്കെട്ടാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോ നീ എനിക്ക് അഭിമാനം തന്നപ്പോ ഞാൻ പ്രസവിച്ച മകള് കാരണം ഓരോ നിമിഷവും ഞാനിപ്പോ ദുഃഖിക്കുക. മമ്മി എന്തൊക്കെയാ പറയുന്നത്? എനിക്കെന്റെ അമ്മയെ കണ്ട ഓർമ്മ പോലും ഇല്ല. ഓർമ്മ വെച്ചപ്പോ മുതല് അമ്മയായിട്ട് കണ്ടത് മമ്മിയാ. എന്നെ വളർത്തിയത്, എന്റെ ഓരോ കാര്യങ്ങളും നോക്കിയത് എന്റെ മമ്മിയാ. കുറച്ച് വഴക്കെന്നെ കൂടുതൽ പറയും. അത് എന്നോടുള്ള സ്നേഹം കൂടുതലും കരുതലും കൊണ്ടാന്നേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. മമ്മി വളർത്തിയതുകൊണ്ടാ എനിക്ക് എന്തിനും ഏതിനും നല്ല ധൈര്യം കിട്ടിയത്. ഞാൻ ക്ഷമിക്കാൻ പഠിച്ചത്. ജീവിതത്തിൽ ഞാൻ ജയിച്ചതും അതുകൊണ്ട് തന്നെയാ. മമ്മി എന്നും എനിക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആശാലതേ, എന്തായി? അവരിപ്പോ ഇങ്ങ് എത്തും. കാപ്പിയും പലഹാരവും ഒക്കെ റെഡിയാ. അവരുടെ കാര്യമല്ല പറഞ്ഞത്, അവര് കാപ്പി കുടിച്ചിട്ടങ്ങ് പോവും. പക്ഷെ DK ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞിട്ടേ പോകുന്നാ പറഞ്ഞത്. അയ്യടാ, മൂത്ത മരുമകനെ സൽക്കരിക്കാനുള്ളൊരു ആവേശം കണ്ടില്ലേ? എടി ആശാലതേ, എടി ചില വീടിന്റെ മുമ്പില് ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്ത്? ആറ്റുകാലമ്മ ഈ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞു. അതെന്തിനിപ്പോ ഇവിടെ പറയുന്നത്? അതുപോലെ എന്റെ മരുമകനാണ് ഈ വീടിന്റെ ഐശ്വര്യം. നമ്മുടെ എല്ലാ തളർച്ചയിലും താങ്ങി നിർത്തിയിട്ടുള്ളത് DK. അവനെ അല്ലാതെ പിന്നെ ഞാൻ ആരെയാണ് സൽക്കരിക്കേണ്ടത്? ഓ, സമ്മതിച്ചു. നിങ്ങൾ പുറത്തേക്ക് ചെന്ന് ആ ഹാളിലെ കസേരകളൊക്കെ ഒന്ന് റെഡിയാക്കിക്കേ. വേണമെങ്കിൽ ആ വിരിപ്പും കൂടി ഒന്ന് മാറ്റിക്കൂ. അത് ഞാൻ ഏറ്റു. ആ, പോ ചെല്ലു ചെല്ലു. ഈ മനുഷ്യന്റെ ഒരു കാര്യം. മോന്റെ പേരെന്താന്ന് പറഞ്ഞേ? എന്റെ പേര് സുധീഷ്. ജോലിയൊക്കെ? ഞാനൊരു ഓട്ടോമൊബൈൽ മെക്കാനിക്ക. സ്വന്തമായി നല്ലൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. തൃശ്ശൂരാ, കോടാലി എന്ന് പറയും. കോടാലിയിലോ? പണ്ട് ഞാൻ കൊടകരെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ എനിക്ക് നന്നായി അറിയാം. അവിടെ ഇവിടെ കോടാലിക്കടുത്ത് മീട്ട് വീടുക. അവിടെ സ്കൂളിന്റെ എതിർവശത്താ ഇവന്റെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ്. ഇവനെ ഗൾഫിൽ പോവാൻ ഒരേ മടിയാ. ഇവന്റെ കസിൻസും ചെറിയച്ചന്മാരും ഒക്കെ അവിടെയുണ്ട്. ഇവനെ എത്ര തൊട്ട് എല്ലാരും അങ്ങോട്ട് വിളിച്ചതാണെന്ന് അറിയൂ. പക്ഷെ ഇവൻ പോവില്ല. അതെന്ത്? ഇവനെ ഫ്ലൈറ്റിൽ കയറാൻ പേടിയാണത്രേ. അത് കൊള്ളാലോ. ഈ കാലത്തും ഇങ്ങനെയുള്ള പയ്യന്മാരൊക്കെ ഉണ്ടോ? അതെ, നമുക്ക് ഈ ബസ്സിൽ പോയാ ബസ് ഇടിച്ചാലും കയ്യോ കാലോ ഒടിഞ്ഞ് രക്ഷപ്പെടുമെന്ന് വിചാരിക്കാം. ട്രെയിനിലാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആകാശത്തോട്ട് പോയാലേ ഈ പുല്ല് പൊട്ടിത്തെറിച്ച എന്ത് ചെയ്യും? പൊടി പോലും കിട്ടില്ല. അതാ എന്റെ ഒരു പേടി. അത് കൊള്ളാം. ഏറ്റവും സുരക്ഷിതമായ യാത്രാമാർഗമാണ് ഫ്ലൈറ്റ്. അതിനെപ്പോലും ഇങ്ങനെ പേടിച്ചാലോ? എന്തായാലും കല്യാണം കഴിഞ്ഞാലും നാട്ടിൽ തന്നെ താമസിക്കാലോ. അത് തന്നെ ഒരു സന്തോഷ. ഗ്രഹനിലയൊക്കെ ഞങ്ങൾ നോക്കിയേട്ടോ, എല്ലാം നന്നായി ചേരും.
മോളെ ചായ എടുക്ക്. ആ, ചായ എടുക്കേണ്ടത് ഞാനല്ലല്ലോ അച്ഛാ. ആശ പ്രിയ മോളെ വിളിക്ക്. ഞാനിപ്പോ വിളിക്കാം. ശരി. ഇത് പ്രിയമോളുടെ ചേച്ചിയാ ജ്യോതി. നമസ്കാരം. ചേച്ചി എന്ത് ചെയ്യുന്നു? ജോലിയുണ്ടോ? ഏയ് ഇല്ല, ഞാൻ ഹൗസ് വൈഫാ. ആ, എന്റെ ഹസ്ബൻഡിന് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, DK റെസ്റ്റോറന്റ് എന്ന് പറയും. DK റെസ്റ്റോറന്റ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതാണ് എന്റെ ഇളയ മകള് പ്രിയ. പ്രിയമോളെ ദാ ചായ കൊടുക്കുമോളെ. നിന്നെ കാണാൻ വന്ന ആളല്ലേ, നീ തന്നെ അങ്ങ് കൊടുത്താ മതി. കൊടുക്കുമോളെ. അളിയ നീ ചായ മേടിച്ച് കുടിച്ചില്ലല്ലോ അല്ലേ? അളിയാൻ താമസിച്ചെങ്കിൽ ഞാൻ വാങ്ങി കുടിച്ചാൻ. പ്രിയേ, ചായ സുധീഷിനുള്ളതല്ല, എനിക്ക് അവകാശപ്പെട്ടതാ. ഞാനാ പയ്യൻ. അപ്പൊ ഇതോ? അച്ഛൻ ക്ഷമിക്കണം, ഞങ്ങള് ചുമ്മാ ഒരു നാടകം കളിച്ചാണേ. ഇതെന്റെ കസിൻ സുധീഷ്, അത് അവന്റെ അമ്മ. ആ അങ്കിളെ, ഇതാണ് അഡ്വക്കേറ്റ് ജയപ്രകാശ്. രാജീവിന്റെ കേസ് വാദിക്കുന്നത് ഇപ്പൊ ജയപ്രകാശാ. മോള് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇരിക്ക്, എല്ലാരും ഇരിക്ക്. പാമന ഇനി താമസിപ്പിക്കണ്ട, എനിക്കുള്ള ചായ ഇങ്ങെടുത്താ. അതെ, അപ്പൊ എന്റെ റോള് കഴിഞ്ഞു. ഇനി നിങ്ങളായ നിങ്ങളെ പാടായി. അളയാ, ഏൽപ്പിച്ച പണി ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്കിളെ, ഇതിവരൊരു തമാശയ്ക്ക് വേണ്ടി ചെയ്താ. യഥാർത്ഥ പെണ്ണുകാണലൊക്കെ നേരത്തെ നടന്നു കഴിഞ്ഞതാ. പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞെന്നോ? സത്യത്തിൽ ഞങ്ങള് അന്ന് വണ്ടിയിൽ വന്ന് കയറിയില്ലേ, അതായിരുന്നു യഥാർത്ഥ പെണ്ണ് കാണൽ. ഇതെല്ലാം പ്ലാൻ ചെയ്തത് DKയും ജയപ്രകാശും ചേർന്നിട്ടാ. പ്രിയ അറിയാതെ പ്രിയയുടെ കൂടെ സംസാരിക്കാനുള്ള പരിപാടിയായിരുന്നു ഇവർ പ്ലാൻ ചെയ്തത്. അത് ശരി. അപ്പൊ നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ച കഴിഞ്ഞു അല്ലേ? ഈ സംഭവം മോളെന്നോട് പറഞ്ഞിരുന്നു, പക്ഷേ ഞാനതത്ര കാര്യമാക്കിയില്ല. ഓ, കാര്യമാക്കിയെങ്കിൽ നിനക്കെല്ലാം അങ്ങ് മനസ്സിലായനെ. ഓടി വന്നു. പ്രിയ, മോൾക്ക് ജയപ്രകാശിനെ ഇഷ്ടപ്പെട്ടോ? അഡ്വക്കേറ്റ് ജയപ്രകാശ്, അവനാണ് വരൻ. അവൻ തന്നെ ചത്തുപോയവന്റെ കേസ് വാദിക്കുന്നത്. എല്ലാം DKയുടെ പ്ലാനിങ് ആയിരിക്കും സാർ. DKയുടെ ഒരു പ്ലാനിങ്ങും നടക്കില്ല. അവിനാഷിന്റെ പ്ലാനിങ് മാത്രമേ നടക്കൂ. പ്രിയയുടെ കല്യാണം ഗോവിന്ദ. പക്ഷേ ഈ വന്ന പയ്യൻ പഴയതുപോലല്ല, അഡ്വക്കേറ്റ് ആണ്. അത് ഓർമ്മ വേണം സാർ. എന്തോന്ന് അഡ്വക്കേറ്റ്? എടാ, അവൻ എത്ര വലിയ അഡ്വക്കേറ്റ് ആയാലും എനിക്കൊരു പുല്ലുമില്ല. പ്രിയ,
അവള് മാത്രമാ എന്റെ പ്രശ്നം. അവളെ ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. രാജീവന്റെ കേസ് വാദിക്കാൻ ഇവൻ വന്നു. അതെ, അത് തന്നെയാ സത്യം. അയാളുടെ വീഴ്ച പൂർണ്ണമാവാതെ അല്ലെങ്കിൽ അയാളെ ജയിലിൽ അടയ്ക്കാതെ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. അച്ഛാ, കല്യാണം കഴിച്ച എനിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കണം. 2 കാലിൽ നിവർന്നു നിൽക്കാൻ അയാൾക്കായ അയാൾ എന്നെ തേടി വരും എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പാ. മോളെ, മോള് പറഞ്ഞത് ശരി തന്നെ. എന്ന് കരുതി അവനെ കൊല്ലാൻ നമുക്ക് പറ്റില്ലല്ലോ. അതിന്റെ പേരിൽ ജയിലിൽ പോയി കിടക്കാൻ നമുക്ക് പറ്റുമോ? കൊല്ലേണ്ടി വന്ന കൊല്ലണം. വേണമെങ്കിൽ ഞാൻ പോയി കൊല്ലും. അത്രയ്ക്ക് അറപ്പും വെറുപ്പും എനിക്ക് അയാളോട്. എടി, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. എങ്ങനെയെങ്കിലും ഇവിടെ ഈ കല്യാണം നടത്താൻ നോക്കുമ്പോ വെറും പറ്റുന്ന വാക്കുകൾ പറയുന്നു. മോളെ, ഇതിപ്പോ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയി. ഇനി നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്? ആ, ഇതിനേക്കാൾ നല്ലൊരു ആലോചന ഇനി ഉടനെ എങ്ങും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, ആ പയ്യനും അവന്റെ ചേച്ചിക്കും നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു മോളെ. അതിന് ഇവൾക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു? ഒരാള് പെണ്ണ് കാണാൻ വന്നു കരുതി അയാളോട് സംസാരിച്ചു കരുതി ഞാൻ അയാളെ ഇഷ്ടപ്പെടണമെന്നുണ്ടോ? മോളെ, നിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതുകൊണ്ടാ അച്ഛൻ അങ്ങനെ പറഞ്ഞത്. എന്നാ ഇപ്പൊ അറിഞ്ഞോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മോളെ, മോളെ, നീ എന്തായി പറയുന്നത്? പരസ്പരം കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ഇപ്പൊ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ എന്താ മോളെ ഈ പറയുന്നത്? ഒരു പെണ്ണിന് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് കല്യാണം കഴിക്കുന്നത് വരെ അവളുടെ അച്ഛന്റെ അമ്മയുടെ തണല. അത് കഴിഞ്ഞ് വേണ്ടത് ഭർത്താവിന്റെ സാമീപ്യം. പക്ഷെ അവിനാശ് എന്ന ദുഷ്ടൻ ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാനോ ഭർത്താവിനൊത്ത് സന്തോഷിക്കാനോ കഴിയില്ല അച്ഛാ. അതുകൊണ്ട് അവന്റെ തളർച്ച പൂർണ്ണമാവണം. എന്നാൽ മാത്രമേ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കൂ. അച്ഛൻ ഈ കാര്യം ഏട്ടനോടൊന്ന് പറഞ്ഞേക്കാം. മോളെ, എടി, അതാണ് യഥാർത്ഥ നീതി. ആ ശിക്ഷയിൽ നിന്ന് മാറാനേ അവന് കഴിയില്ലടിക്കേ. പ്രിയ നല്ല മനസ്സുള്ള കുട്ടിയാണ്. വേറൊരാളുടെ ജീവൻ കൂടെ അപകടത്തിലാവണമെന്ന് വിചാരിച്ചാ ആ കുട്ടി ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അതിപ്പോ പ്രിയയുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണായിരുന്നെങ്കിൽ ഈ കല്യാണത്തിന് എപ്പോഴും സമ്മതിച്ചേനേന്ന്. അപ്പോ എന്ത് ചെയ്യണമെന്നാ ജയപ്രകാശ് പറയുന്നത്? നമുക്ക് പ്രിയയ്ക്ക് അങ്ങോട്ട് കുറച്ചുകൂടി സമയം കൊടുത്താലോ? പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു ഡിമാൻഡ് ഉണ്ട് കേട്ടോ. എന്താ? മറ്റ് ചെറുപ്പക്കാരെ പോലെ എനിക്കുണ്ട് കുറച്ച് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ. എന്റെ ചേച്ചി കല്യാണം പോലും കഴിക്കാതെ ജീവിക്കുന്നതേ എനിക്ക് വേണ്ടി അടിയിക്കേ. ചേച്ചി എന്നൊക്കെ പറഞ്ഞ അത് എന്റെ ചേച്ചി മാത്രല്ല കേട്ടോ, എന്റെ വളർത്തമ്മ കൂടിയാ. അപ്പൊ പിന്നെ എന്റെ ചേച്ചിയുടെ ആഗ്രഹത്തിന് എനിക്ക് സാധിച്ചു കൊടുക്കണ്ടേ? അതങ്ങ് കഴിഞ്ഞാ പിന്നെ എത്ര കാലം വെയിറ്റ് ചെയ്യാനും എനിക്ക് ഒരു കുഴപ്പമില്ല. വാട്ട് ഹാപ്പൻ ബേട്ടി? എന്ത് പറ്റി? വിശപ്പില്ലേ? എനിക്കെന്തോ കഴിക്കാൻ തോന്നുന്നില്ല. നോ 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 നോ, അങ്ങനെ പറഞ്ഞ പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലേ ഹെൽത്ത് ശരിയാവില്ല. കഴിക്കേ.
മോളെ എന്ത് പറ്റി? ഈശ്വര, ഇവളെ കുഴപ്പിച്ചോ? ഇവൾക്കാണോ ഇനി ആ ലോട്ടറി അടിച്ചത്? എന്താ മോളെ, എന്താ പറ്റിയേ? എന്താന്നറിയില്ല അമ്മ, രാവിലെ തൊട്ടൊരു മനംപുരുട്ടില്. എന്ത് പറ്റിയമ്മേ? ഡേ, ഇവള് ഛർദിച്ചെന്നേ. മോളെ, പതിവില്ല നീ എന്തെങ്കിലും കഴിച്ചോ? ഇല്ലമ്മേ, ഞാനൊന്നും കഴിച്ചില്ല. നീ അങ്ങോട്ട് ചെന്നേ. ജ്യോതി, ഒക്കെയാണോ? ബേട്ടി, നീ ഫസ്റ്റ് അടിച്ചോ? മായേച്ചി, എന്തടി? ഫസ്റ്റും പോയി സെക്കൻഡും പോയി. എന്താ പറഞ്ഞ? രണ്ടുപേരും ഛർദിച്ചു. ആര് ഛർദിച്ചു നീ പറയുന്നത്? നീയാണോ ഛർദിച്ചേ? ഞാനല്ല. ദേ, നമ്മൾ സംശയിച്ചത് തന്നെ സംഭവിച്ചു. അമ്മ കൊടുക്കാന്ന് പറഞ്ഞ ലോട്ടറി ജ്യോതി തന്നെ കൊണ്ടുപോകും. ജ്യോതി മാത്രമല്ല, താരേച്ചിയും ഛർദിച്ചു. നീ എന്തൊക്കെയാ പെണ്ണീ പറയുന്നേ? ജ്യോതി ശരിക്കും പ്രഗ്നന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഛർദിച്ചത്. ഡോക്ടർ ഇപ്പൊ വരും. പക്ഷേ താരേച്ചിയുടെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്ത് സംശയം? താരേച്ചിയുടെ ഛർദില്ലേ എനിക്ക് സംശയമുണ്ടെന്ന്. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം? അല്ലെങ്കിൽ പിന്നെ അപ്പ തന്നെ ഛർദിക്കണോ? രാവിലെ എങ്ങനെ ഛർദിച്ച പോരായിരുന്നോ? അല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞ് ഛർദിച്ചൂടായിരുന്നോ? എടി, അതിപ്പോ ഛർദില് വരുമ്പോഴല്ലേ ഛർദിക്കാൻ പറ്റൂ. പിന്നെ അവര് വൊമിറ്റ് ചെയ്തതുകൊണ്ട് അത് പ്രഗ്നൻസി ആണെന്നൊന്നും വിചാരിക്കണ്ട. അല്ലാതെയും വൊമിറ്റ് ചെയ്യാലോ. അല്ല, ഇതൊന്നും അല്ല. ഇത് പ്രഗ്നൻസി തന്നെയാ. നമ്മുടെ കാര്യത്തിലൊരു തീരുമാനം ആയില്ലല്ലോ മായേച്ചി. നീ വിഷമിക്കണ്ട. നമ്മുടെ കാര്യത്തില് ഈശ്വരൻ വിചാരിച്ചില്ല. താമസിക്കാതെ വിചാരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഫസ്റ്റും സെക്കൻഡും ഒന്നല്ലല്ലോ കാര്യം. മായേച്ചി തന്നെയാണോ ഈ പറയുന്നത്? മായേച്ചി തന്നെയല്ലേ നേരത്തെ പറഞ്ഞത് ജ്യോതിക്ക് മുന്നേ നമ്മുടെ കുഞ്ഞുങ്ങളോട് ജനിക്കുമെന്ന്? എടീ, നമ്മൾ അന്നേരത്തെ ഒരു ആവേശത്തിന് പറഞ്ഞു എന്നുള്ളത് നേരാ. പക്ഷെ ഈശ്വരൻ തരുന്നത് പോലെയല്ലേ പറ്റൂ. ഓരോന്നിനും ഓരോ കാലവും നേരവും ഉണ്ട്, ഓരോ നിയോഗങ്ങളുണ്ട്. അതങ്ങനെയല്ലേ നടക്കൂ. അപ്പോ മായേച്ചിക്ക് ഒട്ടും വിഷമമില്ലേ? വിഷമയില്ലാന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ച് ഇപ്പൊ ഉണ്ടായ ഈ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. ഹലോ അമ്മേ, എന്തൊക്കെയുണ്ട് വിശേഷം? ഐ ആം ഹാപ്പി, വെരി വെരി ഹാപ്പി. ഹാപ്പി ന്യൂസ് ആയിട്ടാണല്ലോ അമ്മ എന്നെ പെട്ടെന്ന് വരാൻ പറഞ്ഞത്. എത്ര നാളായി അമ്മ ഇതുപോലൊരു വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എവിടെ ജ്യോതി? ഒരു മുറിയിലുണ്ട്. പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിരുന്നെങ്കിൽ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി നോക്കിയാ പോരെ? എന്നെ ഇവിടം വരെ വരുത്തണമായിരുന്നോ? കൺഫേം ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നാ പോരായിരുന്നോ? ഇതൊക്കെ എന്നാ ഡോക്ടറെ ഉണ്ടായത്? ഒരു പെൺകുട്ടി ഗർഭിണിയാകാന്ന് വെച്ചാൽ ഒരു ഡോക്ടർ ഒന്ന് പരിശോധിച്ച് അവള് ഗർഭിണിയാണെന്ന് പറയണം. എന്നാലേ വീട്ടുകാർക്ക് സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാകത്തുള്ളൂ. അതല്ലേ നമ്മുടെയൊക്കെ രീതി. ഇപ്പൊ കാലമൊക്കെ മാറിപ്പോയി അമ്മേ. ടെക്നോളജിയും മാറിപ്പോയി. കുട്ടികളിപ്പോ അമ്മയുടെ ഉള്ളിൽ ജനിക്കണമെന്ന് പോലുമില്ല. ഏതെങ്കിലും ഒരു ഗർഭപാത്രത്തിൽ ജനിച്ചാലും മതി. അതൊക്കെ എങ്ങനെ വെള്ളം നടന്നോട്ടെ. പക്ഷേ നമ്മുടെ കൊച്ചു ഗർഭിണിയാകുമ്പോ ഒരു ഗർഭകാലം മുഴുവൻ നമ്മൾ ആ കൊച്ചിനെ നോക്കി അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവള് പ്രസവിക്കുമ്പോ
ഡോക്ടർ നമ്മുടെ കയ്യിലേക്ക് ഒരു തുണിയിൽ പൊതിഞ്ഞ് ഒരു കരയുന്ന ഒരു കൊച്ചിനെങ്ങ തരും. ഓ, അത് കാണുമ്പോ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, ഡോക്ടർ മുമ്പേ പറഞ്ഞ അതിനുണ്ടാവോ? ഏയ്, അതില്ല. അതാണ്. ഡോക്ടർ വാ. വാ. ഞാനൊന്ന് ഛർദിച്ചു. എല്ലാവരും ഞാൻ പ്രഗ്നന്റ് ആണെന്ന് തെറ്റിദ്ധരിച്ചു. ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോ സത്യം എന്താന്ന് മനസ്സിലായി. ഇതിലെന്താ ഇത്ര പരിഹസിക്കാനുള്ളത്? അപ്പൊ താര ഛർദിച്ചതോ? അതിന് നമ്മൾ ആരെങ്കിലും അവളെ പരിഹസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അത് അവൾക്ക് അസൂയ മൂത്തിട്ട് വൊമിറ്റ് ചെയ്താണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. ഏയ്, അതൊന്നും ആയിരിക്കില്ലേട്ടാ. പല മനുഷ്യർക്കും പല രീതിയിലാ ആഹാരത്തിന്റെ മണമൊക്കെ അനുഭവപ്പെടുന്നത്. ചിലവര് ഈ വൊമിറ്റ് ചെയ്യുന്നത് കണ്ടാലേ അവിടെ നിൽക്കാനേ തോന്നത്തില്ല. ചിലപ്പോ അവരും വൊമിറ്റ് ചെയ്തു പോവും. താരയ്ക്കും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ടെൻഡൻസി ഉണ്ടാവും. ഏട്ടാ, ഇങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം ശരിയാവും ഏട്ടാ. എല്ലാം ശരിയാകുമെന്ന് പരസ്യവാചകം പോലെയാണോ? അല്ലല്ല, ഇത് എന്റെ ഏട്ടന് ഞാൻ തരുന്ന വാക്ക. എല്ലാം ശരിയാവുന്നേ. അങ്ങനെയല്ലടോ. പിന്നെന്താ? പെട്ടെന്ന് താൻ പ്രഗ്നന്റ് ആണെന്ന് കേട്ടപ്പോ ഞാനൊന്ന് എക്സൈറ്റഡ് ആയിപ്പോയി. അതില്ലാന്നറിഞ്ഞപ്പോ ഒരു ചെറിയ നിരാശ, അത്രേ ഉള്ളൂ. ഒരു നിരാശയും വേണ്ട. ഏട്ടൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ആൺകുഞ്ഞിനെ തന്നെ ഞാൻ ദാ ഏട്ടന്റെ ഈ കൈകളിലേക്ക് വെച്ചേരും. ഷുവർ? ഷുവർ. സാർ, ഞാനെന്നാ. ശരി. ഹലോ സാർ. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. നാളെ സാക്ഷി വിസ്താരം തുടങ്ങുവാണല്ലോ. വിറ്റ്നസിന് നാളെ ഹാജരാക്കിയേ പറ്റൂ. ഇനി നമുക്കത് മാറ്റിവെക്കാൻ സാധിക്കില്ല സാർ. ഈ കേസിൽ ഐ വിറ്റ്നസിന്റെ മൊഴി നിർണായകമാണ്. മറ്റു തെളിവുകളെല്ലാം നമുക്ക് അനുകൂലമാണ് സാർ. ഇല്ല സാർ, പോലീസ് അവരുടെ ജോലി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പോസിഷൻ എങ്ങനെ വന്നാലും നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല. ശരി സാർ, നാളെ കാണാം. സാർ, ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ ആളുകൾ വന്നിട്ടുണ്ട്. അവരോട് ഇരിക്കാൻ പറ, ഞാനിപ്പോ. ശരി. ഗുഡ് മോർണിംഗ് വക്കീലേ. ആഹാ, ഗുഡ് മോർണിംഗ്. കളിയാക്കല്ലേ സാറേ. മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് ചുമ്മാ ഭാവിക്കല്ലേ. നിങ്ങൾ പോയി പെണ്ണ് കണ്ടത് ഞാൻ സ്നേഹിക്കുന്നവളെ. ഈ ലോകത്ത് ഒരുപാട് പേര് ഒരുപാട് പെൺകുട്ടികളെ പ്രണയിക്കുന്നുണ്ട്. അതെല്ലാം വിവാഹത്തിലെത്തണമെന്നുണ്ടോ? പിന്നെ നിങ്ങളെപ്പോലെ പെൺകുട്ടികളുടെ സമ്മതമില്ലാതെ അവർക്ക് പിന്നാലെ നടന്ന് ശല്യപ്പെടുന്നവരുണ്ട്. എടോ മിസ്റ്റർ അവിനാഷ്, പ്രിയെ പെണ്ണ് കണ്ടത് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു തന്നെ. ആ കല്യാണം നടക്കും. ഇതുപോലെ വന്നൊരുത്തനാ രാജീവ്. അവന്റെ കേസാ താരിപ്പി വാദിക്കുന്നത്. ഇനി ഇതുപോലൊരു കേസുണ്ടായ വേറെ വക്കീലിനെ വെക്കേണ്ടി വരും. എന്നെ കൊല്ലുന്നുള്ള ഭീഷണിയാണോ? കൊള്ളാം. അങ്ങനെ മരണത്തെ പിടിച്ച് ജീവിക്കുന്ന ആളല്ല ഞാൻ. രാജീവ് ഇങ്ങനെ തന്നെയായിരുന്നു. നല്ല ധീരനായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ചത്തുപോയി. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞേക്ക് പോവാം. എനിക്ക് വേറെ ജോലിയുണ്ട്. അങ്ങനെ പോവല്ലേ സാറേ. എനിക്ക് വക്കീൽ സാറിനോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ കല്യാണാലോചനയെന്ന് നിങ്ങൾ പിന്മാറണം. അവൾ എന്റെ പെണ്ണ. അവളെ വിട്ടുതരാൻ എനിക്ക് പറ്റില്ല. പിന്നെ അവളെ കല്യാണം കഴിച്ചേ അടങ്ങുന്ന വാശിയാണെങ്കിൽ എല്ലാത്തിനെയും തീർത്തിട്ടേ ഞാൻ പോകൂ. ചെറിയ പ്രായമല്ലേ, സൂക്ഷിച്ചാ നല്ലത്. ഇതൊന്ന് ഓർമ്മിപ്പിക്കാനാ ഞാൻ വന്നത്. എന്തായാലും ഓർമ്മിപ്പിക്കാൻ ഇവിടം വരെ വന്നതിൽ വളരെ സന്തോഷം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയാം. രാജീവിന്റെ കേസിൽ ഒരു ജീവപര്യന്തം മിനിമം അത്രയെങ്കിലും ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നിരിക്കും. ഇതെന്റെ ഒരു വാശിയാ.
പ്രിയയും ഞാനും കൂടെ സമാധാനമായി ജീവിക്കുമ്പോ തന്നെ ഞങ്ങൾ ജയിലിനകത്തുനിന്ന് കാണും. എന്താ കൈവിടാനല്ല, അവളുടെ കൈപിടിച്ച് സുരക്ഷിതമായി മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കാനാ ഞാൻ ഈ ശ്രമിക്കുന്നത്. അതിന് പറ്റിയ ആള് തന്നെയാ അഡ്വക്കേറ്റ് ജയപ്രകാശ്. അവിനാശിന്റെ ഒരു ഭീഷണിയും അവന്റെ അടുത്ത് ചെലവാകില്ല. കുറച്ചു കഴിയുമ്പോ അവിനാശിനത് മനസ്സിലാവും. എന്നാലും ജയപ്രകാശിനോടൊന്ന് സൂക്ഷിക്കാൻ ഏട്ടൻ പറയണം. ഭീഷണിപ്പെടുത്തുക മാത്രല്ല, എന്തും ചെയ്യാൻ മടിയില്ലാത്തവനോ അവിനാശ്. അതൊക്കെ ജയപ്രകാശിനറിയാം. എന്തായാലും ജയപ്രകാശിനെ പോലൊരാളുടെ ആലോചന വന്നത് നന്നായി. പാവപ്പെട്ട ഏതെങ്കിലും പയ്യന്മാരായിരുന്നെങ്കിൽ അവിനാശ് അവനെ തൂക്കിയെടുത്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി ഉപദ്രവിച്ചാണ്. ജയപ്രകാശ് വളരെ മിടുക്കനാ. എന്തിനേയും ധൈര്യത്തോടെ നേരിടാനുള്ള മനസ്സുള്ളവനാ. അവിനാശിന് ഭീഷണിയൊന്നും അവന്റെ അടുത്ത് ചെലവാകില്ല. പ്രിയയ്ക്ക് ഇതിനേക്കാളും നല്ലൊരു ബന്ധം ഈ ജന്മത്തിൽ കിട്ടില്ല. ജയപ്രകാശിന് അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവൻ പറഞ്ഞോ? ജയപ്രകാശ് മാത്രമല്ല, അവന്റെ ചേച്ചിയും പറഞ്ഞു പ്രിയെ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ ഈശ്വരാധീനവും ഭാഗ്യവും കുറച്ചെങ്കിലും ഉള്ളതുകൊണ്ടാ ഇങ്ങനൊരു ആലോചന ഇപ്പൊ വന്നത്. ഇതിനൊക്കെ സത്യത്തിൽ ഏട്ടനോടാ ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. ഏട്ടനില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനൊരു ആലോചന പോലും വരില്ലായിരുന്നു. എന്റെ അനിയത്തിയുടെ ജീവിതം എന്നെ ആ ദുഷ്ടന്റെ കൈകൊണ്ട് തീർന്നേനെ. ഏയ്, ഞാനിതെല്ലാം ചെയ്യുന്നത് തനിക്ക് വേണ്ടിയാ. താൻ സന്തോഷമായിരിക്കണം. തന്റെ കുടുംബം എന്റെയും കുടുംബമാ. അവർക്ക് എല്ലാം നന്മയുണ്ടാവണം. ആരുടെയും ജീവിതത്തിൽ മോശമായ ഒന്നും സംഭവിക്കരുത്. എന്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്ന പോലെ തന്നെയാ തന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുന്നത്. താൻ പേടിക്കണ്ട, പഴയതൊന്നും ഇനി ആവർത്തിക്കില്ല. എന്തു വന്നാലും ഇത്തവണ ഈ കല്യാണം നമ്മൾ നടത്തും. എന്റെ പൊന്നു സുധാകരനാരെ, നിങ്ങൾക്ക് ഇപ്പോഴും കാര്യം അറിഞ്ഞൂടാ. ഓരോ ദൈവത്തിന്റെ പേരിലും കോടിക്കണക്കിന് രൂപയാ ബാങ്കിൽ കിടക്കുന്നത്, അറിയാമോ? ദൈവത്തിന്റെ പേരിലോ? ദൈവത്തിന്റെ സ്വന്തം പേരിലല്ല, ദൈവത്തിന് വേണ്ടി മറ്റുള്ളവരുടെ പേരിൽ. നമ്മുടെ അമ്പലത്തിലും വേണ്ടേ ദൈവത്തിനൊരു ബാങ്ക് അക്കൗണ്ടൊക്കെ? എന്തായാലും ഇത്തവണത്തെ ഉത്സവത്തിന് സുധാകരനായരുടെ മരുമോന്റെ ഒരു ഗംഭീര സഹായം നമുക്ക് വേണം. അത് സംസാരിക്കാൻ സുധാകരനായരും കൂടി വരണം. ഞാൻ അത് ശരിയാവത്തില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇത് ക്ഷേത്രത്തിന്റെ കാര്യമാണ്, വന്നേ പറ്റൂ. ഹലോ അങ്കിൾ. അങ്കിൾ ഇവിടെ നിൽക്കായിരുന്നു. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. എന്താ സുഖമല്ലേ? അയ്യോ, ഇത് പ്രിയമോളല്ലേ? പ്രിയമോളെ മാറി നിൽക്കളവാ. പ്രിയമോളെ ഇറക്കി വിടാൻ. ഇതാരാ? പ്രസിഡന്റ് അല്ലേ? പ്രസിഡന്റ്, ഇന്ന് ഞങ്ങളുടെ കല്യാണമാ. താൻ ചെന്ന് എല്ലാവരോടും പറയണേ. പ്രിയമോളെ ഇറക്കി വിടാൻ. തന്നോട് താൻ എങ്ങനെ സുഖവരൊന്നും അന്വേഷിക്കണ്ട. പണ്ടേ എന്റെ കഴുത്തിന് പിടിച്ച് കളിയത് ഞാൻ മറന്നിട്ടില്ല. അയ്യോ, അത് അബദ്ധം പറ്റിയതൊന്നും അല്ല, മനഃപൂർവ്വം ചെയ്തതാ. ഇനിയും അതുപോലെ ഇടയിൽ കയറി വരരുത്. വന്ന ഇതുപോലെ മേടിക്കും. പിന്നെ ഞാൻ അങ്കിളിനെ ഒന്ന് കാണാൻ വന്ന. അങ്കിളിക്ക് വന്നേ, ഒരു കാര്യം പറയട്ടെ. എനിക്ക് നിന്റെ ഒരു കാര്യം കേൾക്കണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ എന്റെ അങ്കിളെ? ഞാൻ പിന്നെ ഇതൊക്കെ ആരോട് പോയി പറയും? വാ വിടാവേ, വാ വന്നേ, വാ. ബലം പിടിക്കല്ലേ? എന്നാ ഞാൻ പോട്ടെ. ചേട്ടൻ വയ്ക്കോ, അങ്കിളിനെ ഞാൻ കൊണ്ട് വിട്ടോളാം. പിള്ള ഇവിടെ നിൽക്ക്, ഞാനും വരുന്നു, നമുക്ക് ഒരുമിച്ച് പോവാ. നീ കാര്യം പറ, നിനക്ക് എന്താ വേണ്ടത്? അങ്കിളെ, എല്ലാ കാര്യവും അങ്കിളിന് അറിയാവുന്നതല്ലേ, പിന്നെന്തിനാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.